ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ എണ്ണക്കടികളൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ എണ്ണയിൽ പൊരിച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാലും എണ്ണ ഒട്ടും പിടിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി 1 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും മൈദപ്പൊടി വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരവിയ തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ചിരവിയതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പിന് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പാകത്തിന് മധുരം ഉണ്ടാവുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. പഞ്ചസാരക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്നുകൂടെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എള്ളില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു നെയ്യും ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും കുറേ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ റൗണ്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുക്കുക കേട്ടോ. ഈ മാവെല്ലാം കൂടെ എടുത്തിട്ട് 2 ബോളാക്കിയിട്ട് നമുക്ക് പത്തിരിപ്പലകയിലൊക്കെ വെച്ചിട്ട് പരത്തി കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെ ബോളാക്കിയ ശേഷം കയ്യിൽ വെച്ച് പരത്തിയിട്ട് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിലായി പോരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായ ശേഷം ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഒട്ടും ഓയിൽ പിടിക്കില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എണ്ണയിലാണിത് പൊരിച്ചെടുത്തതെന്ന് കണ്ടാൽ പോലും മനസ്സിലാവില്ല. അത്രയ്ക്ക് തീരെ ഓയിൽ പിടിക്കാത്തൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാനിതിവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവുന്ന അത്രയും സമയം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇപ്പോൾ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 4 മണിക്കൊക്കെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്